നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ സെൻട്രിഫ്യൂഗൽ ജ്യൂസേഴ്സിനെ കുറിച്ചായിരുന്നല്ലോ. ഇപ്രാവശ്യം സെൻട്രിഫ്യൂഗൽ ജ്യൂസേഴ്സും ഗുണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ള കോൾഡ് പ്രസ് അഥവാ സ്ലോ ജ്യൂസേഴ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെക്കുറിച്ചും ഒരു കോൾഡ് പ്രസ് ജ്യൂസർ വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. സെൻട്രിഫ്യൂഗൽ മോഡൽസിന് വില കുറവും കോൾഡ് പ്രസ് മോഡൽസിന് എപ്പോഴും വില കൂടുതലുമായിരിക്കും. ഇതിൻ്റെ സ്പീഡാണെങ്കിൽ 18 തൊട്ട് 25,000 RPM വരെയാണ് സെൻട്രിഫ്യൂഗൽ ജ്യൂസേഴ്സിന്. കോൾഡ് പ്രസ് ജ്യൂസേഴ്സ് ഒരു 40 തൊട്ട് 150 RPM വരെ മാത്രമേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സെൻട്രിഫ്യൂഗൽ മോഡൽസിൽ ഹൈ സ്പീഡിലുള്ള ബ്ലേഡ് ഇൻഗ്രീഡിയൻസിനെ കട്ട് ചെയ്യുമ്പോൾ കോൾഡ് പ്രസ് മോഡൽസിൽ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ പ്രസ് ചെയ്ത് അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്പീഡും ചൂടും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് സെൻട്രിഫ്യൂഗൽ മോഡൽസിൽ ഉണ്ടാക്കുന്ന ജ്യൂസിൻ്റെ കളറ് കുറച്ച് കഴിഞ്ഞാൽ വ്യത്യാസപ്പെടും, അതായത് ഓക്സിഡൈസ് ചെയ്യപ്പെടും. വേറെ കോൾഡ് പ്രസ് ജ്യൂസേഴ്സിൽ അതിൻ്റെ ആ ഒരു ന്യൂട്രിയൻസും കളറും ഒക്കെ അതേപോലെ തന്നെ നിൽക്കും. നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജ്യൂസിൻ്റെ അളവ് രണ്ട് മോഡൽസിലും സെയിം ആയിരിക്കും. എന്നാൽ ഏതെങ്കിലും ഇലവർഗ്ഗങ്ങളുടെ ജ്യൂസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സെൻട്രിഫ്യൂഗൽ മോഡലിൽ അതിന് ചേർന്നതല്ല. കോൾഡ് പ്രസ് മോഡലിലാണ് കൂടുതൽ ജ്യൂസ് നിങ്ങൾക്ക് ഇലവർഗ്ഗങ്ങളിൽ നിന്നും കിട്ടുക. ഇനി നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ സെൻട്രിഫ്യൂഗൽ മോഡലിൽ ഉണ്ടാക്കുന്ന ജ്യൂസും അതിലുള്ള ജലാംശവും വേർതിരിഞ്ഞ് മീതയും താഴെയുമായിട്ട് നിൽക്കും. അതേസമയം കോൾഡ് പ്രസ് ജ്യൂസറിൽ ഉണ്ടാക്കിയ ജ്യൂസ് അതേപോലെ അതിൻ്റെ തിക്നെസ്സും റിച്ച്നെസ്സും അത് റിറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ നിൽക്കും. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ നിറവും മണവും ഗുണവും ഒക്കെ നഷ്ടപ്പെടും സെൻട്രിഫ്യൂഗൽ ജ്യൂസേഴ്സിൽ ഉണ്ടാക്കിയ ജ്യൂസാണെങ്കിൽ. അതേസമയം സ്ലോ ജ്യൂസറിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ അത് 3-4 ദിവസം വരെ ഒരു കേടുപാടും കൂടാതെ അതിൻ്റെ റിച്ച്നെസ്സോ കളറോ തിക്നെസ്സോ ഒന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാവും. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം സെൻട്രിഫ്യൂഗൽ മോഡൽസിൽ 3 തൊട്ട് 5 മിനിറ്റ് വരെ ധാരാളമാണ്. പക്ഷെ കോൾഡ് പ്രസ് മോഡൽസിൽ 5 തൊട്ട് 10 മിനിറ്റ് വരെ സമയമെടുക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 2000 തൊട്ട് 5000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സെൻട്രിഫ്യൂഗൽ ജ്യൂസർ കിട്ടും. അതേസമയം കോൾഡ് പ്രസ് ജ്യൂസർ ആണെങ്കിൽ ഒരു 12,000 രൂപയ്ക്ക് മീതെ കൊടുക്കേണ്ടി വരും നല്ലൊരു കോൾഡ് പ്രസ് ജ്യൂസർ കിട്ടാൻ വേണ്ടി. വാറണ്ടി 2 വർഷം വരെയുള്ള വാറണ്ടി സെൻട്രിഫ്യൂഗൽ മോഡൽസ് കൊടുക്കുമ്പോൾ 10 വർഷം വരെയുള്ള വാറണ്ടി കോൾഡ് പ്രസ് ജ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ലോ ജ്യൂസർ വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടേജ് 150 തൊട്ട് 250 വാട്ട്സ് വരെയുള്ളതാണ് കാണുന്നത്. അത് വളരെയധികം സഫിഷ്യൻ്റ് ആണ്. ഇനി ഫീഡിംഗ് ട്യൂബിൻ്റെ ആ ഒരു വീതി, നീളം തുടങ്ങിയവ 51 തൊട്ട് 83 മില്ലിമീറ്റർ വരെയാണ് സാധാരണയായി കണ്ടുവരുന്നത്. അത് വലിയ വീതിയിലുള്ളതാണെങ്കിൽ, അത് വലിയ വായവട്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടോ അല്ലെങ്കിൽ ആപ്പിളോ പോലെ കുറച്ച് വീതിയുള്ള ഫ്രൂട്ട്സ്, വലിപ്പമുള്ള ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാൻ കൂടുതൽ സൗകര്യമായിരിക്കും. ഇനി ഇതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് ഒരു 40 തൊട്ട് 75 വരെയുള്ളത് കണ്ടുവരുന്നുണ്ട്. 40 RPM തന്നെ ഇക്കാര്യത്തിൽ തികയുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. റണ്ണിങ് ടൈം ഒരു 30 മിനിറ്റ് വരെ ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് ഈ മോഡലുകൾക്ക് പറ്റും. അത് നിങ്ങൾക്ക് നട്ട് മിൽക്കോ കോക്കനട്ട് മിൽക്ക്, ഐസ്ക്രീം, സ്മൂത്തീസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം യൂസ് ചെയ്യാം. ഹാമിൽട്ടൺ ബീച്ച് ബ്രാൻഡ് മാത്രം സോബേ മേക്കർ ഫ്രീ അറ്റാച്ച്മെൻ്റ് ആയി തരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പാർട്ട് ഡിഷ് വാഷർ സേഫ് ആണ്. അതുകൊണ്ട് കഴുകുന്ന കാര്യത്തിൽ കൈകൊണ്ട് കഴുകണമെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. എന്നാൽ ഡിഷ് വാഷർ ഉപയോഗിക്കാത്തവർ ഉപയോഗശേഷം ഇതിൻ്റെ ഫിൽറ്റർ ടാപ്പിനടിയിൽ കാണിച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിലെ ചെറു സുഷിരങ്ങളെല്ലാം വൃത്തിയായെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഉപയോഗത്തിന് മുൻപ് ഈ ജ്യൂസ് ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയോടെയാണ് ഇരിക്കുന്നത് എന്നുറപ്പ് വരുത്താനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ജ്യൂസറിനുള്ളിലേക്ക് ഒഴിച്ചതിന് ശേഷം മെഷീൻ 1 മിനിറ്റ് നേരത്തേക്ക് ഓടിച്ചതിന് ശേഷം ഈ വെള്ളം കളഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ശുചിത്വം ഉറപ്പുവരുത്താം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ സഹായത്തോടെ ഒരു കോൾഡ് പ്രസ് ജ്യൂസർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
ഫീഡർ ട്യൂബിലിടുന്ന ഫ്രൂട്ട്സിന് മീതെ പുഷർ കൊണ്ട് അമർത്തി കൊടുക്കുമ്പോൾ അത് അതിന് താഴെയുള്ള ഗ്രൈൻഡറിലേക്ക് എത്തുകയും ആ ഗ്രൈൻഡർ ഈ ഫ്രൂട്ട്സിനെ കൂടുതൽ ശക്തിയോടെ അമർത്തി ജ്യൂസ് വേർതിരിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, സെൻട്രിഫ്യൂഗൽ ജ്യൂസേഴ്സിൽ ഇവിടെ ബ്ലേഡ് കൊണ്ട് ഹൈ സ്പീഡിൽ തിരിഞ്ഞ് ഓരോ ചെറു കഷ്ണങ്ങളെ വീണ്ടും വീണ്ടും ചെറുതായി അരിഞ്ഞാണ് ജ്യൂസ് വേർപെടുത്തുന്നത്. ഇവിടെ അമർത്തിക്കൊണ്ടാണ് ജ്യൂസ് വേർതിരിക്കുന്നത്. ആ ജ്യൂസ് താഴെയുള്ള ഫിൽറ്ററിലേക്ക് എത്തുകയും അവിടെ നിന്ന് പൾപ്പും ശുദ്ധമായ ജ്യൂസുമായി വേർതിരിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള ജ്യൂസ് കയ്യിൽ കിട്ടുകയും ചെയ്യുന്നു. ഒപ്പം അതിൻ്റെ പൾപ്പ് മറ്റൊരു തുറന്ന വാൽവിലൂടെ അത് പുറത്തേക്ക് പോകും. മാർക്കറ്റിലെ പ്രധാനമായിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ ബ്രാൻഡ് അഗാരോ, ക്യൂവിങ്സ്, ഹേഫൽ, ഹെസ്റ്റിയ, ഹ്യൂറോം എന്നിവയാണ്. ഇതിൽ ഈ ഹ്യൂറോം കമ്പനി തന്നെയാണ് ഈ കോൾഡ് പ്രസ് ജ്യൂസേഴ്സ് കണ്ടുപിടിച്ചവരും. അഗാരോ ബ്രാൻഡിൻ്റെ ജ്യൂസേഴ്സ് 13,000 രൂപയിൽ തുടങ്ങുമ്പോൾ ഹ്യൂറോമിൻ്റെ പ്രീമിയം ശ്രേണിയിലുള്ള മോഡൽസ് 28,000 രൂപ വരെ എത്തുന്നുണ്ട്. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ജ്യൂസർ വേണോ അതോ കോൾഡ് പ്രസ് ജ്യൂസർ വേണോ എന്ന് തീരുമാനിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.